സോഷ്യൽ മീഡിയയിൽ വൈറലായി തിരുവനന്തപുരത്തെ ഭീമൻ പൂക്കളം. പൂഴിക്കുന്ന പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഭീമൻ അത്തപ്പൂക്കളം തീർത്തിരിക്കുന്നത്. അഞ്ജേസ് ബാലൻ ചേരുന്നു റിപ്പോർട്ടുമായി. തിരുവനന്തപുരത്തുകാരെല്ലാം മറന്ന് ഓണം ആഘോഷിക്കുകയാണ്. തിരുവോണം അവർ കളറാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പൂഴിക്കുന്നിലാണ്. ഈ പൂഴിക്കുന്നില് ഈ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ അത്തപ്പൂക്കളം ഈ റോഡിന് സൈഡിൽ തീർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ 12:30യോടുകൂടി ഇവർ ആരംഭിച്ച ഒരു പണിയാണ് ഈ അത്തപ്പൂക്കളം തയ്യാറാക്കാനുള്ള പൂവരിയലും മറ്റ് ഡിസൈനൊക്കെ വരച്ച് ഇടാനുള്ളത്. അതിന്ന് രാവിലെയാണ് അവസാനിച്ചത്. അത്രയും മനോഹരമായ ഒരു അത്തപ്പൂക്കളം തന്നെയാണ് ഇവിടെ ഈ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇട്ടിരിക്കുന്നത്. വാമനനും മഹാബലിയും അടക്കം വലിയ രീതിയിലുള്ള ഒരു അത്തപ്പൂക്കളമാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഈ പൗരസമിതിയുടെ അംഗങ്ങൾ കൂടിയുണ്ട്. ചേട്ടാ, എല്ലാ കൊല്ലവും നമ്മൾ ഇതുപോലെ ഇവിടെ വരാറുള്ളതാണ് ഈ അത്തപ്പൂക്കളം. ഇതിന്റെ പണി എപ്പോഴാണ് തുടങ്ങിയത്? ഇത് രാത്രി 12 മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ അവസാനിക്കും. ഇത് 10 ദിവസവും ഈ പ്രക്രിയ ഞാൻ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ തോവളയിൽ നിന്നാണ് പൂവൊക്കെ എടുക്കുന്നത്. പൂ ഇവിടെ ഒരു 10 മണിക്ക് വരും. പിന്നെ അത് പൂ വെട്ടി എടുത്ത് പിറ്റേന്ന് രാവിലെ ഇടും. രാത്രി 12 മണിക്ക് അത്തപ്പൂ പൂജ കഴിഞ്ഞ ഉടനെ ഇതെല്ലാം മാറ്റും. തൂത്തുവാരിയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളത് തുടങ്ങും. എല്ലാ ദിവസവും തോവാളയിൽ പോയി പൂ എടുത്ത് വരുമോ? ദിവസം തോവളയിൽ നിന്നാണ് പൂ എടുക്കുന്നത്. ഒരു ദിവസം ഇടാൻ വേണ്ടി 10-20,000 രൂപ പുറം ചെലവുണ്ട്. ഒരു ഭാരിച്ച ചെലവ് തന്നെയാണല്ലോ അത്. ചെലവ് തന്നെ. അത് നമ്മളെ നാട്ടുകാർ എല്ലാവരും കൂടെ സഹകരിക്കുന്നുണ്ട്, ചെയ്തു പോകുന്നു. ഇതിന്റെ പിന്നിലെ കലാകാരനെ നമ്മൾ എന്തായാലും നോക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു മഹാബലി ഉണ്ട്, ഒരു വാമനനുണ്ട്. ചേട്ടാ, അതിന്റെ പിന്നിലുള്ള ഈ കല ആരുടെ കല? നമ്മുടെ പൗരസമിതിയുടെ അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു 7ഓളം കലാകാരന്മാരുണ്ട്. പ്രധാനപ്പെട്ട കലാകാരൻ എന്ന് പറയുന്നത് സജീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ പ്രദേശത്തെ ഒരു ആർട്ടിസ്റ്റാണ്. സജീവിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അത്തപ്പൂക്കളം ഒരുക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്, പുള്ളിയും ആർട്ടിസ്റ്റാണ്. ഇവരുടെ നേതൃത്വത്തിലാണ്. അവരുടെ കീഴിൽ വേറെ കലാകാരന്മാരുണ്ട്. അവര് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കുന്നത്. ഇനി എന്തൊക്കെ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പൗരസമിതിയുടെ. 17-ാം തീയതി ആരംഭിച്ച് ഇന്ന് 10 ദിവസത്തെ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം, ഓണക്കിറ്റ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പോയിട്ട് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെയൊക്കെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം തുമ്പിതുള്ളലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഗാനമേളയുണ്ട്, സർഗം വോയിസിന്റെ ഗാനമേള. 10 ദിവസത്തെ പരിപാടി ഇന്ന് അവസാനിക്കുകയാണ്. തിരുവോണത്തിന്റെ അന്ന് അവസാനിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ അത്തപ്പൂ ഇടാൻ രാവിലെ വന്നതാണോ? വീട്ടിൽ അത്തപ്പൂ ഇട്ടോ? വീട്ടിലിട്ടില്ല? അതാ വീട്ടിലിടാഞ്ഞെന്താ? വാങ്ങിയുള്ളൂ. ആണോ? അമ്പലത്തിലൊക്കെ പോയി രാവിലെ? പോയി. പേരെന്താ? നാടാണ് ഇവർക്കൊക്കെ. ചേട്ടാ, ഈ 10 ദിവസം അത്തപ്പൂട്ടെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ പൈസയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പിരിച്ച് കണ്ടെത്താണോ അതോ? പിരിച്ച് കണ്ടെത്തും. പിരിച്ചാണ് കണ്ടെത്തുന്നത്. വീടുകളിൽ പോയി എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തരും, പൈസ തരും. എല്ലാ വർഷവും പൈസ തരും. അപ്പൊ ഈ 10 ദിവസം നിങ്ങള് ജോലിക്കൊന്നും പോകാതെ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവുമല്ലേ? പിന്നാലെ തന്നെ ഉണ്ടാവും. 10 ദിവസം ജോലിയൊന്നുമില്ല. 10 ദിവസം എല്ലാം ഇവിടെ തന്നെ. 10-12 ദിവസം കൊണ്ട് ഇവിടെ തന്നെ. നമ്മൾ ഇത് ജോലിക്കൊന്നും പോകാൻ പറ്റൂല. തിരുവോണം ആയാലും എന്തിനായാലും ഇത് തന്നെ അവസ്ഥ. നമുക്ക് അത്തം തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ, പൂഴിക്കുന്നിൽ തന്നെ. ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. ഈ അത്തപ്പൂക്കളത്തിന് പിന്നിലുള്ള ആളെന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോൾ തന്നെ ചോദിച്ചത് അദ്ദേഹത്തെ പറ്റി തന്നെയാണ്. കാരണം ഈ ചിത്രത്തിൽ, ഈ അത്തപ്പൂക്കളത്തിൽ കാണുന്നത് പോലെ വാമനനുണ്ട്, മഹാബലി ഉണ്ട്. ആ ഒരു ചരിത്രം ഈ അത്തപ്പൂക്കളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. വാമനൻ മഹാബലിയുടെ തലയിൽ കാലെടുത്ത് വെക്കുന്ന ആ ഒരു ചിത്രം അതിമനോഹരമായി തന്നെ തീർത്തിട്ടുണ്ട്. അതിന്റെ കലാകാരൻ കൂടി നമ്മൾക്കൊപ്പമുണ്ട്. ഇത് എത്ര നേരം എടുത്തിട്ടാണ് ഇത് ഏകദേശം 12 മണിക്ക് തുടങ്ങും. 6-7 മണിക്കൂറാവും. 7 മണിക്കൂറുണ്ട് നമ്മൾ തീർക്കുന്നത്. ഓക്കെ, അല്ല 7 മണിക്കൂറുണ്ട് നമ്മൾ തീർക്കുന്നത്. രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 12 മണി മുതൽ നമ്മൾ സ്കെച്ചിട്ട് തുടങ്ങും. സ്കെച്ചിട്ട് ഏകദേശം 1-1.5 മണിക്കൂറുണ്ട് സ്കെച്ചിട്ട് തീരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പൂവ് ഡിസൈൻ ചെയ്യുന്നത്. അതിനകത്ത് അതായത് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ നമ്മൾ ഡിസൈൻ മാത്രം ചെയ്യും. അപ്പുറത്ത് ഓരോ സ്പോൺസറുടെയും താല്പര്യപ്രകാരമാണ് നമ്മൾ അപ്പുറത്ത് ചെയ്യുന്നത്. അപ്പുറത്ത് സ്പോൺസർ അവർ പറയും ഇന്ന പടം ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഫിഗർ നമുക്ക് തരും. ആ സമയത്ത് നമ്മൾ അത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്.
ഇതാണ് നമ്മൾ കഴിഞ്ഞ 10-23 വർഷമായിട്ട് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ പൗരസമിതിയുടെ ഒരു മെമ്പറും കൂടെ തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു അത്തപ്പൂക്കളത്തിന് പിന്നിലെ ശക്തി മുഴുവൻ ഈ ചേട്ടനാണ്. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? നല്ലപോലെയാണ് ഓണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വർഷത്തെ ഓണം. ഓരോ വർഷവും ഞാൻ ഓണം ഇതേപോലെ കാണാൻ പോകും. പ്രത്യേകത തരമായിട്ട് ഓരോ ദിവസങ്ങളായിട്ട് ഓണത്തിന്റെ പൂക്കളിടുന്നു. ഭയങ്കര രസമായിരുന്നു. ഈ വർഷവും ഓണം നല്ല രസമായിരുന്നു. ഹാപ്പി. ഇനി എന്താ അടുത്ത പ്ലാൻ എന്താവോ തിരുവോണമായിട്ട്? ഇനി എൻ്റെ വീട്ടുകാരായിട്ടൊന്നും കറങ്ങാനൊക്കെ പോകണം. പിന്നെ ഇതേപോലത്തെ ഒക്കെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കണം. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പൂഴിക്കുന്നിലെ ആളുകളെല്ലാം 10 ദിവസമായി ഓണത്തിന്റെ ഒരുക്കത്തിലാണ്. 10 ദിവസം ഇവിടെ അത്തപ്പൂ ഇടുന്നുണ്ട്. 10 ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിലുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തുകാർ ഓണം അടിച്ചു പൊളിക്കുകയാണ്. തിരുവോണം കളറാക്കാൻ വേണ്ടി പൂഴിക്കുന്നും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.